കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ഒരു 1/2 കിലോ ഇറച്ചി വാങ്ങിച്ചു. പിന്നെ അതിനകത്ത് കുറച്ച് പതക്കരളുണ്ടല്ലോ, അതും കുറച്ച് വാങ്ങിച്ചു. ഇവിടെ പതക്കരളെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ കണ്ടിച്ച് നല്ല കഴുകി വൃത്തിയാക്കി കറി വെക്കാൻ പോവുകയാണേ. പിന്നെ ഇതിങ്ങനെ നല്ല ബ്ലഡാണ്, എത്ര കഴുകിയാലും ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കുറേ വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും ഇവിടെയൊക്കെ സവാള അരിയുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ആടിൻ്റെ ബോട്ടി ഉണ്ടല്ലോ, ആട്ടിൻ്റെ കുടലും ബോട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചീനിയും കൂടി ഇട്ടിട്ട് വെക്കാൻ വേണ്ടി കേട്ടോ. അതിനാണ് നമ്മുടെ ചീനി അരിഞ്ഞ് കഴുകി എടുത്തു. അത്രയും വെള്ളവും വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെക്കും. അപ്പോൾ നമ്മൾ ഈ ബോട്ടിയും ഈ കപ്പയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് വെച്ചത്. മറ്റേ സാധാ ബോട്ടി വാങ്ങിക്കാൻ പോയത്, അപ്പോൾ ആടിൻ്റെതേ ഉള്ളായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചു. ഇവിടെ ഭയങ്കര നല്ല വിലയുണ്ട് അത്യാവശ്യം. ഒരു ബോട്ടിക്ക് 300 രൂപയൊക്കെ ഉണ്ട് ആട്ടിൻ്റെ. ചെറിയതായിരുന്നു, ഇത്തിരിയേ ഉള്ളായിരുന്നു. പിന്നെ ഒരാഗ്രഹം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ വാങ്ങിച്ചു. പിന്നെ കറി വെക്കാൻ വേണ്ടി നമ്മൾ ബീഫ് കറി വെക്കാൻ വേണ്ടി കുക്കർ അടുപ്പി വെച്ചു, എണ്ണ ഒഴിച്ചു. നമ്മൾ നല്ല സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഇട്ട് ഞാൻ പിന്നെ നന്നായിട്ട് വഴട്ടത്തേന്നുമില്ല കേട്ടോ. ഒരു പകുതിയൊക്കെ നമ്മൾ ഒരുപാട് വഴട്ടിയാലേ അത് വേറൊരു ടേസ്റ്റാണ്, ഇത് വേറൊരു ടേസ്റ്റാണ്. ഞങ്ങൾക്കൊക്കെ ഈ ടേസ്റ്റാണ് ഇഷ്ടം കേട്ടോ. ഒരു പകുതി വഴട്ടിയിട്ട് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ ഇതെല്ലാം വെന്ത് വരുമ്പോൾ ഇതെല്ലാം നല്ല അഴുകി അങ്ങനെ വരും. സവാളയൊക്കെ നന്നായിട്ട് വെന്തങ്ങ് പോകും. നമ്മൾ വെറുതെ ഇങ്ങനെ വാട്ടി വെറുതെ ഇപ്പോൾ ഗ്യാസിനൊക്കെ നല്ല വിലയുണ്ട്. ഇപ്പോഴൊന്നല്ല, ഞാനെപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം അറിയാത്തവർക്കും കൂടി ഇങ്ങനെ പറഞ്ഞു തരുവാണ്. നമുക്ക് ഒരുപാട് വഴറ്റിയാലേ നന്നാവുമെന്നൊന്നുമില്ല കേട്ടോ. നല്ല വഴറ്റിയില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് അത്. ഞാൻ നോക്കിയിട്ട് എനിക്ക് കൂടുതൽ നല്ല വഴട്ടാതെ വെക്കുന്ന ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും അതാണിഷ്ടം. ആണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ അരപ്പൊക്കെ ഇടുമ്പോൾ ഈ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് ഇതാക്കണമെന്നേ ഉള്ളൂ, വഴട്ടണമെന്നേ ഉള്ളൂ. പിന്നെ അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട്, അപ്പോഴാണ് ഓർത്ത മുളകും തക്കാളിയൊന്നും അരിഞ്ഞില്ലല്ലോ. പിന്നെ അത് പെട്ടെന്ന് എടുത്ത് ഇക്കാട് തുറന്നൊന്ന് അരിഞ്ഞ് തരാൻ പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു ഇങ്ങനെ വിചാരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നപ്പം 12 മണിയായി. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ട് എല്ലാം കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒരു 5 പച്ചമുളകും 2 തക്കാളി ഇടുന്നുണ്ട്. അതുമൊക്കെ ഞാനങ്ങ് ഇടും. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടേ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വലിയ സ്പൂൺ അത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ. അര വെച്ച് 2 പ്രാവശ്യമായിട്ട് ഇട്ടതാണ്. ഇത്ര ഇട്ട് നമ്മളതായി 5 പച്ചമുളകും 2 തക്കാളി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, നമുക്ക് പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ്. കുറച്ച് നേരം വാട്ടിയിട്ട് മസാല ഇടും. പിന്നെ അപ്പോഴത്തേക്ക് അവിടെ ബോട്ടിയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തിയാക്കി അതും നമുക്ക് വെക്കണം. അപ്പോഴത്തേക്ക് മറ്റേ കപ്പ വേവണം. അപ്പോൾ എന്തായാലേ രണ്ടും 2 അടുപ്പിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് വെച്ചാലേ വെന്ത് കഴിഞ്ഞാലേ നമുക്ക് മറ്റേ ബോട്ടിക്കറി വെക്കാൻ പറ്റും. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വഴട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. പിന്നെ ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടി ഇടാൻ വേണ്ടി പോവുകയാണ്. മുളക് പൊടി ഒരു 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ. അത് നമ്മളിവിടെ ഈ സാദാ മുളകും മറ്റേ പിരിയ മുളകുണ്ടല്ലോ അതും കൂടി പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അല്ലാതെ കാശ്മീരിയൊന്നും ഞാനങ്ങനെ മേടിക്കാറില്ല. ഇത് രണ്ടും കൂടി, പിരിയ മുളകും സാദാ മുളകും കൂടി
പൊടിച്ചതാണ്. അതൊരു 3 സ്പൂൺ ഇട്ടേ. പിന്നെ മല്ലിപ്പൊടി ഇടുന്നു, അതൊരു 2 സ്പൂൺ. 2 സ്പൂണെന്ന് വെച്ചാൽ അത് വലിയ സ്പൂണാണ് കേട്ടോ. നമ്മൾ മുളക് പൊടിയൊക്കെ കുറച്ചും കൂടി മല്ലിപ്പൊടി ഇടുവേ. അപ്പോൾ അത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടത്. പിന്നെ അത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ബോട്ടിക്കറി വെക്കാൻ വേണ്ടി ബോട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ, എന്നെ എപ്പോഴാണ് ആക്കുന്നതെന്ന്. അടുപ്പില്ല, 2 അടുപ്പേ ഉള്ളു, അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റിങ്ങില്ല. പിന്നെ അത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കേട്ടോ, ഒരു 3 ചെറിയ ടീസ്പൂൺ, 3 സ്പൂൺ. ചെറുതാണ് കേട്ടോ, കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ടാണ് നമ്മൾ 3 സ്പൂൺ ഇട്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, നമ്മളിവിടെ പൊടിച്ച പൊടിയാണ് കേട്ടോ. പെരുംജീരകവും പട്ടയും ഗ്രാമ്പും എല്ലാമൊക്കെ പൊടിച്ചതാണ്, ഏലക്കയും എല്ലാം. എന്നിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കണം. ഇത്രയും തന്നെ വാട്ടത്തോളൂ കേട്ടോ, അങ്ങനെ നല്ല വാട്ടാറില്ല. അപ്പോഴത്തേക്ക് ഇവിടെ അതാണ്ട് ബോട്ടി ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ബോട്ടി അതിൻ്റെ കുടലും ഒക്കെ വൃത്തിയാക്കി കൊണ്ടുവന്ന് അരിയുവാണ്. ഇച്ചിരിയേ ഉള്ളായിരുന്നു, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് പിന്നെ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തിടുകയാണ് കേട്ടോ. ഇത് എപ്പോഴും ഇങ്ങനെ ബ്രെഡ് വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിനകത്ത് നമ്മൾ വിനീഗറും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിങ്ങനെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിടുക. ലാസ്റ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ എത്ര കഴുകിയാലും അതിനകത്തുനിന്ന് ബ്ലഡ് ഇങ്ങനെ വരും. അങ്ങനെയാണ് ബീഫിൻ്റെയൊക്കെ. പിന്നെ ഈ കരളും കൂടി അതിനകത്ത് കിടക്കുന്നുണ്ടേ, പത്തക്കരളെന്ന് പറയും. ചിലയിടത്തൊക്കെ എന്താ ചെമ്പരത്തി എന്നോ അങ്ങനെയൊക്കെ പറയാറുണ്ട് അതിന്. പല സ്ഥലത്തും പല ഇത് പേരിൽ അറിയപ്പെടുന്നു. അതിനകത്ത് പിന്നെ കുറച്ച് ബീഫും ഒരു 1/2 കിലോനകത്തേ ഉള്ളാവോ ബീഫും, പിന്നെ ആ കരളും, പിന്നെ കുറച്ച് നെയ്യുണ്ട്. അത് കുറച്ച് അതിൻ്റെ തന്നെ കുറച്ച് നെയ്യൊക്കെ കിടപ്പുള്ളൂ. അതൊക്കെ ഇട്ടാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് വരുന്നു. നെയ്യൊക്കെ വേണം. അധികം നെയ്യൊന്നും കഴിച്ചുകൂടാ. നമ്മളെപ്പോഴൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ ബീഫ്. വാങ്ങിച്ചാൽ ചിക്കനൊക്കെ വാങ്ങിക്കാറുള്ളൂ, ബീഫ് എപ്പോഴും വാങ്ങിക്കാറൊന്നുമില്ല. ഇപ്പോൾ ഒത്തിരി നാളിന് ശേഷമാണ് ബീഫ് വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ നോക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഈ ഗ്ലാസ്സിന് ഞാൻ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ഗ്ലാസ്സാണേ, ഒരു 3/4 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം കറി വേണം. നമുക്ക് ഈ ഒരു കറിയാണ് വെക്കുന്നത്, അപ്പോൾ അത് കറിക്ക് വേണ്ടിയാണ് കുറച്ച് വെള്ളം കൂട്ടി വെക്കുന്നത്. കുറച്ച് വെള്ളം കുറയ്ക്കണമെങ്കിൽ കുറച്ച് വെക്കാം. എനിക്ക് ഇത്രയും വേണമേ, അതുകൊണ്ടാണ്. ഇവിടെ വെള്ളം പോലെ വെക്കുന്ന കറിയൊക്കെയാണ് കൂടുതലിഷ്ടം. അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇറങ്ങാനുണ്ട്. ഇറച്ചിക്കകത്തു നിന്നൊക്കെ കുറച്ച് വെള്ളം നമുക്കിങ്ങനെ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇതാണ് ഞാനിങ്ങനെ എളുപ്പത്തിന് വെക്കാറുള്ള ബീഫ് കറി. പിന്നെ വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേക്ക് ഫുള്ള് തീർന്നു കേട്ടോ. നാളത്തേക്കുള്ള വെപ്പൊന്നും വെക്കാനായിട്ടില്ല, എല്ലാം കഴിഞ്ഞു. അതിന് ഫിസിലിന് വേണ്ടി കാത്തിരിക്കും. ഞാനാണെങ്കിൽ നമുക്ക് നല്ല ചൂടാണ്, അപ്പോൾ പിന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ തണ്ണിമത്തൻ്റെ അത്രയും തണ്ണിമത്തൻ്റെ അതായത് പകുതിയുടെ 2/1 ഭാഗം